ഫൊക്കാനയുടെ റീജിയൻ 3 ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് ഇനാഗുറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ വന്നു ചേർന്നതിൽ ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഡോക്ടർ സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഫൊക്കാന ടീം എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഹാർദവമായി ഈ ആഘോഷവേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും ഫൊക്കാന ട്രഷറർ ചാക്കപ്പനെയും ആനയിച്ചുകൊണ്ട് ഫൊക്കാനയുടെ റീജിയണൽ പ്രസിഡന്റ് ആൻഡോ വർക്കിയുടെ നേതൃത്വത്തിൽ സംഘടനാ ഭാരവാഹികളും അംഗസംഘടനാ മെമ്പർമാരും ഫൊക്കാന കമ്മിറ്റി അംഗങ്ങളും ഈ വീതിയിലേക്ക് വരികയാണ്. മുൻ പ്രസിഡന്റ്മാർ ശ്രീ ബോർഡുകൾപ്പള്ളി, ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ്, ജോയി ഈട്ടൻ, ആനി പോൾ, സജി പോത്തൻ, എല്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും ട്രസ്റ്റി ബോർഡ് മെമ്പർമാരുടെയും അംഗസംഘടനകളുടെയും നേതൃത്വത്തിൽ റീജിയൻ 3 ഇനാഗുറേഷൻ ഈ വേദിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. 1983 രൂപം കൊണ്ട ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ 41ാമത്തെ ഡ്രീം ടീം സജിമോൻ ആന്റണി ആൻഡ് ശ്രീകുമാർ ഉണ്ണിത്താൻ നേതൃത്വം നൽകുന്ന ഫൊക്കാനയുടെ റീജിയൻ 3 അതിൻ്റെ തുടക്കവും പ്രവർത്തനവും മുന്നോട്ടുള്ള കാര്യക്ഷമമായ പ്രവർത്തനങ്ങളും കൂടി ആലോചിക്കുന്നതിന് വേണ്ടി ആണ് ഈ മഹാസമ്മേളനം കൂടിയിരിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്ക, ഫൊക്കാന എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ ന്യൂയോർക്ക് റീജിയൻ്റെ അപ്പർ വെസ്റ്റേഴ്സിൻ്റെയും വിമൻസ് ഫോറത്തിൻ്റെയും പ്രൗഢമായ ഇനാഗുറേഷന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. വെൽക്കം സ്പീച്ച് നമ്മുടെ വെസ്റ്റേൺ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റും വൈസ്മെന്റിന്റെയും മലയാള സ്കൂളിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ റീജിയണൽ വൈസ് പ്രസിഡന്റായ മിസ്റ്റർ ആൻഡോ വർക്കിയെ വെൽക്കം സ്പീച്ചിനായി ക്ഷണിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ നടന്ന ഫൊക്കാന തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് റീജിയൻ 3യുടെ RVP ആയിട്ട് എന്നെ തെരഞ്ഞെടുത്ത ഫൊക്കാന ലീഡേഴ്സിനും ഫൊക്കാനയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് ഫൊക്കാന റീജിയൻ 3യിലെ ഫൊക്കാന മെമ്പേഴ്സിനും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഈ ഫൊക്കാന എന്ന കുടുംബത്തിന്റെ കുടുംബനാഥൻ, കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ആ ഇമ്പമുള്ള ആക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരിശ്രമിച്ച് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു യൂത്ത്, ഫൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള പ്രസിഡന്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സജിമോൻ ആന്റണി, ഫൊക്കാന പ്രസിഡന്റ് 2024 to 26. Congratulations. Thank you. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ. നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ട്രഷറർ ജോയി ചാക്കപ്പൻ. കൺവെൻഷൻ ചെയറാണ്, പ്ലീസ് കം ടു സ്റ്റേജ്. ശ്രീ ജോയി ഈട്ടൻ, കേരള കൺവെൻഷൻ. കണ്ടോ എന്റെ പൊണ്ണു, എന്നാ വിശേഷം, കുറെ നാളെ കണ്ടിട്ടു, എവിടെയോ? ഞാൻ വീട്ടിലാണ്. എനിക്കൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്.
ആത്മാർത്ഥമായിട്ട് ഒഫീഷ്യലാകും. എന്താ ഒഫീഷ്യൽ? അതെ, കുറെ പേര് എന്നെ നിർബന്ധിക്കുന്നു, അടുത്ത പ്രാവശ്യം ഫൊക്കാനയുടെ പ്രസിഡന്റ് ആകാമോ. കണ്ട പൊന്നെ എന്ന് പറയുന്ന ആളാരെന്ന് അറിയില്ല. ജനാർദ്ദന്റെ സൗണ്ടും മമ്മൂട്ടിയുടെ ഗാംഭീര്യവുമുള്ള ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ്, റീജിയൻ 3യുടെ അഭിമാനമായി മാറാൻ പോകുന്ന ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പിന് റീജിയൻ 3യുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ സമയത്ത് അർപ്പിക്കുന്നു. ഫൊക്കാന എന്ന ഈ കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കുവാൻ സർവേശ്വരന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ തിരി കത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഫൊക്കാന എന്ന കുടുംബത്തിന്റെ നാഥൻ ഡോക്ടർ സജി മോഹൻ ആന്റണിയെ ക്ഷണിച്ചു. അടുത്തതായി നമ്മളെ ബ്ലസ് ചെയ്യാൻ എത്തിയിട്ടുള്ള ഫാദർ നയനാൻ ഈശോ അച്ഛനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ കുടുംബത്തിലെ അംഗം തന്നെ ഹോണറബിൾ ഡോക്ടർ ആനി പോൾ. അടുത്തത് നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു കുടുംബനാഥനായ ശ്രീ ആന്റോ വർക്കി RVP. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം, സെക്രട്ടറി ഇവിടെ ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞു, ശ്രീ ജോയ് ചാക്കപ്പനും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അപ്പുക്കുട്ടൻ പിള്ളൈ, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ളൈ, കൾച്ചറും സർവീസും അധിഷ്ഠിതമായിട്ടാണെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, ചിലർ പ്രതീക്ഷിക്കുന്ന വഴക്കുകളൊക്കെ ഇവിടെ ഉണ്ടാവില്ല, ഒരിടത്തും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു റെസ്പെക്ട് നമുക്ക് ഓരോരുത്തർക്കും വേണം എന്നുള്ളൊരു സജഷനോടെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൾച്ചർ എവിടെയുണ്ടോ അവിടെ റെസ്പെക്ട് ഉണ്ട്, സർവീസ് എവിടെയുണ്ടോ അവിടെ റെസ്പെക്ട് ഉണ്ട്. അത് ഇല്ലാതെ പോകുമ്പോഴാണ് ചിലപ്പം ചില ആൾക്കാരൊക്കെ ഓരോ കോപ്രായങ്ങൾ കാട്ടി ഏതെങ്കിലും മീഡിയയിലൊക്കെ എഴുതിയിട്ട് നെളിഞ്ഞിരിക്കുന്നത്. അതിനെയൊക്കെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഞാൻ ഈ സമയത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2024-26 ഈ ഫൊക്കാന ടീം എന്ന് പറയുന്നത്, ഡ്രീം ടീം എന്ന് പറയുന്നത് ഫൊക്കാന ഡ്രീം ടീമാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു A ടീം B ടീം എന്നല്ല, ഫൊക്കാന ഓൺലി 1 ടീം, ഫൊക്കാനാസ് ടീം. 22 പദ്ധതികളുമായി വന്നു. അതിനോട് വയനാട് പദ്ധതിയും അതുകൊണ്ട് ചേർന്ന് 23 പദ്ധതികളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ ഇല്ലാത്ത നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി, റിയലി താങ്ക് യു ഫോർ ദിസ് കമ്മ്യൂണിറ്റി, താങ്ക് യു ഫോർ ദിസ് റീജിയൻ, താങ്ക് യു വെസ്റ്റ്ചെസ്റ്റർ ഫോർ ഗിവിംഗ് സച്ച് ആൻ ഓസം general secretary for me and my team. The reason he's such a dedicated person, I'm so love to work with him. In his absence, I'm going to praise him. No, not praise him. He don't need any praise for that. Tell the reality is that അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരിലുള്ള സ്വന്തം സ്ഥലം ഫൊക്കാനയ്ക്ക് എഴുതുന്ന അവിടെ ഫൊക്കാനയുടെ ഹൗസിംഗ് പ്രോജക്ട് നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. Isn't it cool? അത് നമ്മുടെ ഫൊക്കാനക്കാര് നാട്ടിലുള്ള മലയാളികൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ്, ഇൻക്ലൂഡിംഗ് വയനാട്. ഫൊക്കാന ഈസ് ഓൺലി വൺ. ആർക്കും എന്തുകൊണ്ടുണ്ട് ഫൊക്കാന 2, 3, 4, 5 ഉണ്ടെന്നുള്ളത്? There is only one Focana. What is Focana? Federation of Kerala Association in North America, right? So if you had a funny name like Federation of Kerala Association in North America, International INC, I don't know. Okay. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് തുടങ്ങിയ കാര്യത്തിലേക്ക് പുറകോട്ട് പോവുക. കുടുംബം, സർവീസ്, റെസ്പെക്ട്, റൈറ്റ്, കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ പള്ളിയിൽ വന്ന അലമുണ്ടാവും, അമ്പലത്തിൽ വന്ന അലമുണ്ടാവും, വീട്ടിൽ അലമുണ്ടാവും, നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഇവിടെ അലമുണ്ടാവും. Let me applaud for each one of you. The reason മുമ്പേ പറഞ്ഞത് service and the culture. You bring good culture here. You bring good service here. So this salute goes to each one of you. With that note, thank you so much.
ലെജിസ്ലേറ്ററായ ഓണറബിൾ ഡോക്ടർ ആനി പോളിനെ ഗസ്റ്റ് സ്പീക്കിംഗിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We have to create future generations. We have to motivate future generation get into politics. Simple thing you can do is volunteer in the community. You will move up with that. That is the best thing. Give back to your community where you live, work and raise your family. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വെൽക്കം ചെയ്യുന്നു. ഞാൻ നെക്സ്റ്റ് അപ്ഡേറ്റ് ഫൊക്കാനയ്ക്കുള്ള അപ്ഡേറ്റ് നമ്മുടെ സെക്രട്ടറി ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ജോയ് ചാക്കപ്പനെ വിളിക്കുന്നു. ജോയ് ചാക്കപ്പനാണ് അടുത്ത അപ്ഡേറ്റ് തരുന്നത്. ഇത് റീജിയണൽ ട്രഷറർ ഫൊക്കാന ട്രഷററെ ക്ഷണിക്കുന്നു. ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ട ഒരു വ്യക്തി നമ്മുടെ ബഹുമാനായ ആൻഡോ വർക്കിയാണ്. ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു പരിപാടി പ്ലാൻ ചെയ്തതിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഫൊക്കാനയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ പറയുകയാണ്. ഫൊക്കാനയ്ക്ക് എന്നും അഭിമാനകരമായ രീതിയിൽ ഒരു നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട്, ഉണ്ടായിരിക്കും. വരാനിരിക്കുന്ന ആദ്യത്തെ നമ്മുടെ ഒരു സംഗമം എന്നുള്ളത് കേരളത്തിലുള്ള കൺവെൻഷനാണ്. കേരളത്തിലെ കൺവെൻഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ഇനി നമ്മുടെ മെയിൻ കൺവെൻഷൻ 2026 വളരെ അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുന്നു, ജൂലൈ 3rd വീക്കിൽ നമ്മൾ എന്തായാലും നടത്തിയിരിക്കും. ട്രംപിൻ്റെ ഭരണകൂടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പരിപാടികൾ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളൊക്കെ സമീപിക്കും. നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് സാമ്പത്തികമായ സഹായങ്ങളല്ല, സ്പോൺസർഷിപ്പും കാര്യങ്ങളും വേണം. കാരണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാസികളായിട്ടുള്ള അമേരിക്കയിലും കാനഡയിലുമുള്ള നമ്മുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ഈ അമേരിക്കയിലും കാനഡയിലുമുള്ള നമ്മുടെ സഹോദര സംഘടനകൾക്കും മലയാളികൾക്കും ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫൊക്കാനയുടെ പേരിൽ പ്രത്യേകിച്ച് ഈ രീതിയിൽ എത്രയോ മനോഹരമായൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അഭിവാദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. ലോകമേ തറവാട് കുടുംബം, അതാണ് നമ്മൾ. ആ കുടുംബത്തിലൊരു നായനാണ് ആൻ്റണി. ഇത്രയും ഭംഗിയായ രീതിയിൽ ഇത്
നടത്തിയതിലും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാം എൻ്റെ പ്രത്യേക നന്ദി. At Agape Trinity, we offer a broad range of services to safeguard you and your loved ones, from life and health insurance to auto, home coverage, and final expenses plans. We got you covered. We are here to listen and guide you in making the best choices for your family. Paul Karugapalli, Focana International Chair. ഇനിയും അതുപോലെ നമ്മൾ പ്രോത്സാഹനം കൊടുത്ത ഒരാളെ നിർത്തരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും എല്ലാവിധ സജിമോനായിട്ട് ലീഡർഷിപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ആൻഡോ വർക്കി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ പൊക്കാനയിൽ ഇത്രയും നല്ലൊരു റീജിയണൽ കൺവെൻഷൻ. Joy Eaton, Focana Kerala Convention Chair. Alone we can do nothing, but together we can do so much. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇതിലും വലിയ കാഴ്ച വയ്ക്കാൻ നമുക്ക് സാധിക്കും എന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ഈ റീജിയണിൽ കൂടിയിരിക്കുന്ന ഈ പൊക്കാനയുടെ ഈ ഇനാഗുറേഷൻ ഫംഗ്ഷൻ. Next we're going to have Mr. Philippos Philip, National Legal Affairs Chair. അമേരിക്കൻ മലയാളി ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി നമ്മൾ ശക്തമായിട്ട് നിലകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിന്, നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാം വളരെ നന്ദി പറയുകയാണ്. 2024, 26, 28 പ്രസിഡന്റായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പോൾ കറുകപ്പള്ളി ആൻഡോ വർക്കിയിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം മാത്രമാണ്, പൊസിഷന് വേണ്ടിയല്ല. 1989 അമേരിക്കയിൽ വരുന്നത് മുതൽ ഇന്ന് 2024 വരെ 35 കൊല്ലത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിൽ ആത്മാർത്ഥത്തോടെ പ്രവർത്തിക്കുകയും നമ്മുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് മെമ്പറായ തോമസിനെ ഫെലിസിറ്റേഷന് ക്ഷണിക്കുന്നു. ഫൊക്കാന ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയങ്കരനായ ഫിലിപ്പോസ് ഫിലിപ്പിന് അഭിനന്ദനങ്ങൾ. ഫൊക്കാനയിൽ ഒരിക്കൽ പോലും തിരഞ്ഞെടുത്തില്ലാത്ത വിദ്യാമ്പരന്മാരാണ് ഇന്ന് ഫൊക്കാന ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു നടക്കുന്നത്. എവിടെയെങ്കിലും ഒരു ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുക, അത് കഴിയുമ്പം അവൻ്റെ കാര്യം കഴിഞ്ഞു. ഞാൻ ഈയിടെ ഒരാളോട് ചോദിച്ചു, ഈ നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ഒരാളോട് ചോദിച്ച ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, നിങ്ങൾ എത്ര നാൾ ഇതിന് കാവലിരിക്കുമെന്ന് ചോദിച്ചു. ഈ ഫൊക്കാന ഇന്റർനാഷണൽ അതറിയാൻ പാടില്ല. അപ്പോൾ നിനക്ക് പ്രസിഡന്റ് ആകണം, അത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ചോദിക്കുന്നത് കാരണം ആധികാരികമായിട്ട് എനിക്ക് ചോദിക്കാൻ സാധിക്കും. 1983 മുതൽ ഫൊക്കാനയിൽ തന്നെ നിൽക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന, ചതിഞ്ചരിക്കാത്ത, ഫോമ ഉണ്ടാക്കിയപ്പോഴും മറ്റെന്തെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഫൊക്കാനയിൽ നിന്ന് പോകാത്ത ഒരാളാണ് ഞാൻ. ടെറൻസൺ തോമസ്, എക്സ് സെക്രട്ടറി ആൻഡ് ഫൈനാൻഷ്യൽ ചെയർ ഫോർ ദിസ് ഇയർ. സംഘടനകളിൽ അഭിപ്രായ വ്യത്യാസവും അഭിപ്രായമില്ലാത്തവരുമുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടനയുടെ യോജിപ്പിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് എപ്പോഴും ഞാൻ അത് വളരെ ശ്രദ്ധിക്കുകയാണ്. അതാണ് സംഘടനയുടെ ഐക്യം, അഖണ്ഡത. ബഹുമാനനായ ഫിലിപ്പോസ് ഫിലിപ്പ് പൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. 2018 വരെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചാണ്. ശബ്ദം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ്. ബഹുമാനായ ഫിലിപ്പോസ് ഫിലിപ്പിനും 26-28 എല്ലാ പിന്തുണയും വെച്ചസ്റ്റർ മലയാളി അസോസിയേഷൻ ഉണ്ടാകും. അത് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ട് എല്ലാ ആശംസകളും നന്ദി, നമസ്കാരം. താങ്ക് യു. നൽകും